How do you solve an unbalanced resistance bridge? And the shortcut equation to solve an unbalanced resistance bridge is R equivalent is equal to 3x plus 1 into R divided by x plus 3. Hello my dear students. So welcome back once again to Basil's Physics Classroom. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് ആണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ടുഡേ വി ആർ ഗോണ ഡീൽ വിത്ത് certain arrangement of resistors. പല കുട്ടികൾക്കുമുള്ള സംശയമാണ് റെസിസ്റ്റേഴ്സ് പല പല രീതിയിൽ പല പല കോംപ്ലക്സ് ഫിഗേഴ്സ് വരുമ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ അത് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഞാൻ ആക്ച്വലി രണ്ട് ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ സ്ട്രെയിറ്റ് അവേ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് യു ഓൾ നോ ദാറ്റ് ഡൂയിങ് ക്വസ്റ്റ്യൻസ് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു അല്ലെ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് റെസിസ്റ്റേഴ്സിന്റെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. അതിനുശേഷം in the second part I'll be giving you a lot of shortcut equations. നമ്മുടെ previously JEE-ക്കും KEAM-നും NEET-നും എല്ലാം വന്നിട്ടുള്ള previous year questions in direct shortcut equations I'm going to give you. For example, for an unbalanced resistance bridge നമ്മൾ എന്താണ് equation? അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. So that the process of taking the exam will be easy for you. Okay? So let's move on to the first question now, and the first question is on the screen for you. Find the equivalent resistance between A and B. അപ്പോൾ നമുക്ക് first question ഇവിടെ ബോർഡിലുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് we have to find the equivalent resistance between A and B അല്ലേ. അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യും? നമ്മളിത് കാണുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ ആലോചിക്കുക, ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ എന്താ വീസ്റ്റൺസ് ബ്രിഡ്ജ്? ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്താണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ഇത്രയും ഓർക്കുക നിങ്ങൾ, ഒരു അറേഞ്ച്മെന്റ് സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ അറേഞ്ച്മെന്റ് ആണ്. നടുക്കൊരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇത് PQRS. അപ്പൊ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇൻ എ വീസ്റ്റൺസ് ബ്രിഡ്ജ് the ratio P by Q will be equal to the ratio R by S. അപ്പൊ ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ P by Q is equal to R by S ആണെങ്കിൽ there will not be any current passing through the galvanometer. ഗാൽവനോമീറ്ററിലൂടെ കറന്റ് ഒന്നും പാസ് ചെയ്യില്ല. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യലും ഈക്വൽ ആയിരിക്കും. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പൊ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആർ, ഇതും റെസിസ്റ്റൻസ് ആർ തന്നെ കേട്ടോ. അപ്പൊ എല്ലാ റെസിസ്റ്റൻസും എന്ത് തന്നെയാണ്? എല്ലാ റെസിസ്റ്റൻസും ആർ തന്നെയാണ്, സംശയമില്ലല്ലോ. അപ്പോ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് ചെയ്യാനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ അപ്പർ ഹാഫ്, ഞാൻ ഈ പോയിന്റ് സി എന്നും ഈ പോയിന്റ് ഡി എന്നും വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഇ എന്നും വിളിക്കാൻ പോവുകയാണ്. ഈ പോർഷൻ നോക്കിയേ, ഈ അപ്പർ ഹാഫും ലോവർ ഹാഫും നോക്കുക. ഇത്രയും പോർഷൻ ഞാൻ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചാൽ, റിപ്പീറ്റ്, ഇതിനെ ഞാൻ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചാൽ വാട്ട് ഡു വി ഗെറ്റ്? ഇത് രണ്ടും സിമെട്രിക്കൽ ആയിരിക്കില്ലേ? ഇത് കറക്റ്റ് ആയിട്ട് അങ്ങ് ഫോൾഡ് ചെയ്ത് വെക്കാം അല്ലെ. അതായത് ഇത് സിമെട്രിക്കൽ ആണ്. അപ്പർ ഹാഫും ലോവർ ഹാഫും അവിടെ സിമെട്രിക്കൽ ആണ്. അങ്ങനെ ഒരു സിമെട്രി കണ്ടീഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ എഴുതാം: ഈ പോയിന്റ് സിയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഇയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഡിയിലെ പൊട്ടൻഷ്യലും ഈക്വൽ ആയിരിക്കും. ഐ റിപ്പീറ്റ്, പോയിന്റ് സിയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഇയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഡിയിലെ പൊട്ടൻഷ്യലും ഈക്വൽ ആയിരിക്കും. അങ്ങനെ പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇഫ് ദ പൊട്ടൻഷ്യൽസ് ആർ ഈക്വൽ അറ്റ് ദീസ് 3 points, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അല്ലേ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ കറന്റ് ഫ്ലോ ഉണ്ടാവോ? ഇല്ല. വിച്ച് മീൻസ് ഇതിലൂടെ ഒരു കറന്റ് ഫ്ലോ ഇല്ല, അപ്പൊ ഇത് എടുക്കണ്ട. ഇതിലൂടെയും ഒരു കറന്റ് ഫ്ലോ ഇല്ല, അപ്പൊ ഇത് എടുക്കണ്ട. നൗ ലുക്ക് അറ്റ് ദ ഫിഗർ. ഇനി എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാലോ. ഇത് രണ്ടും സീരീസ്, ഇത് രണ്ടും സീരീസ്, ഇത് രണ്ടും സീരീസ്. അപ്പൊ R plus R 2R, R plus R 2R, R plus R 2R അല്ലെ. So finally you will be getting 3 2R are in parallel and R equivalent നമുക്ക് ഇങ്ങനെ എഴുതാം. R equivalent is equal to, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, n identical resistors പാരലൽ ആയിട്ട് വന്നാൽ R equivalent എങ്ങനെ എഴുതും? 2R divided by n. ഇവിടെ n എത്രയാ? 3. So the final answer will be 2R divided by 3. മനസ്സിലായോ? അപ്പൊ സിമെട്രിക്കൽ ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ആ ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സിമെട്രിക്കൽ കണ്ടീഷൻ അവിടെ ഉണ്ടെങ്കിൽ you can easily solve it by this method. Clear? Okay, so let's move on to the next question now. And the next question is there on the screen for you. Find the equivalent resistance between A and B.
Again, as you can see, ഇവിടെ ഈ ക്വസ്റ്റൻ അത് തന്നെയാണ്. Find the equivalent resistance between A and B. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പോ നേരത്തെ തന്നിട്ടുള്ള ഫിഗർ പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ, പക്ഷെ ഒരു ഡിഫറൻസ് ഇവിടെ കാണാം. ഇത് R ഓക്കെ ഫൈൻ, പക്ഷെ ഇത് 2R ആണ്. ഒരു ചെറിയ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എന്താ, എല്ലാം സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇവിടെയും പോയിന്റ്സിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ഈ ഈക്വൽ ആണെന്ന് എടുത്തു, അതിലൂടെ കറന്റ് ഫ്ലോ ഇല്ല, അപ്പൊ നമ്മൾ ഈസിലി കണ്ടുപിടിച്ചു അല്ലെ. പക്ഷെ ഇവിടെ ആ മെത്തഡോളജി യൂസ് ചെയ്താ പറ്റില്ല, കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാഫും സിമെട്രിക്കൽ അല്ല, കറക്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ R2R അതുപോലെ R2R എടുത്താൽ ഇഫ് ഐ ഫോൾഡിങ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതങ്ങ് മടക്കി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ R ഈ 2R ഈ R കോയിൻസൈഡ് ചെയ്യും അല്ലെ. അതിന്റെ അർത്ഥം ഈ പോർഷനും എന്താണ്, സിമെട്രിക്കൽ ആണ്. അപ്പൊ രണ്ട് പോർഷൻസ് സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, പോയിന്റ് സിയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഡിയിലെ പൊട്ടൻഷ്യലും ഈക്വൽ ആണ്. പോയിന്റ് സിയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഡിയിലെ പൊട്ടൻഷ്യലും ഈക്വൽ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഈ എന്ന് പറയുന്ന പോയിന്റ് ഈ റെസിസ്റ്ററിനും കോമൺ അല്ലേ. അപ്പൊ ഈ എന്ന് പറയുന്ന പോയിന്റ് രണ്ടുപേർക്കും കോമൺ ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു സിന്റെ ഡിന്റെ പൊട്ടൻഷ്യൽ സെയിം ആണ് അല്ലെ, വിച്ച് മീൻസ് ദോസ് ടു റെസിസ്റ്റേഴ്സ്, സി കോമ ഡി എന്ന് എഴുതാം. ദോസ് ടു റെസിസ്റ്റേഴ്സ് ഇതും എന്ത് കോമ്പിനേഷൻ ആയി, പാരലൽ, ബിക്കോസ് ഈ രണ്ടുപേരുടെയും അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആണ്. അപ്പൊ ഒരു പോയിന്റ് രണ്ടുപേരുടെയും കോമൺ ഇ, മറ്റേ സിയും ഡിയും ഡിഫറെന്റ് പോയിന്റ്സ് ആണ്, പക്ഷേ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിയും ഡിയും എന്താണ്, സെയിം പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ഇൻ പാരലൽ. അതുപോലെ ഇവിടെ നോക്കിക്കേ, ഇതും എ എന്ന പോയിന്റ് കോമൺ അല്ലേ, അതെ. അതുപോലെ സിയും ഡിയും എന്താണ്, പൊട്ടൻഷ്യൽ സെയിം ആണ്, അതായത് ഇതും വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പാരലൽ. അതേപോലെ ഇവിടെ 2R പാരലൽ ആയിട്ട് എടുക്കാം, ബിക്കോസ് ഈ പോയിന്റ് രണ്ടുപേർക്കും കോമൺ ആണ്. അതുപോലെ സിന്റെ ഡിന്റെ പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം നമുക്ക് പാരലൽ കോമ്പിനേഷൻ എടുത്തിട്ട്. സോ R in പാരലൽ എന്ന് പറയുമ്പോൾ R/2 വരും. R/N ആണ് ഫോർമുല, ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് വരുമ്പോ. അപ്പൊ R/2 എന്ന് വരും. സോ റീപ്ലേസ് ദാറ്റ്. ഇതെന്റെ ഈ R, അതുകൊണ്ട് മൈ 2R. അത് ഞാൻ ആദ്യം വരച്ചു, എയും ബിയും പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനിയും ഈ ബ്രാഞ്ച് ഞാൻ വരയ്ക്കുന്നു. സോ ദാറ്റ് വിൽ ബി R പാരലൽ ആണ്, സോ ദാറ്റ് വിൽ ബി R/2. ഇനിയും ഇത് രണ്ടും പാരലൽ ആണ്, ഈ ആറും. സോ അഗൈൻ an R/2. ഫൈൻ. ഇനിയും ഈ 2R പാരലൽ ആണ്, അപ്പൊ 2R/2R എന്ന് പറയുമ്പോൾ that will be R. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കിട്ടി. ഇനി നിങ്ങൾ ഈ അറേഞ്ച്മെന്റ് ഇത് ഏതാ സീരീസ് ഏതാ പാരലൽ ഈസി ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഇതും സീരീസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, ബിക്കോസ് ഇടയിൽ ഒരു കണക്ഷൻ വരുക, അപ്പൊ അത് രണ്ടും പാരലൽ അല്ല, സീരീസും അല്ല. അപ്പൊ നമുക്കത് എന്താണ് എന്ന് അപ്പോഴും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് കണ്ടീഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നോക്കിക്കേ, R/R നമ്മൾ പറഞ്ഞത് P/Q is equal to R/S ആകണം, എന്നാലേ മിഡ് ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഇല്ലാതിരിക്കുള്ളൂ. ഇവിടെ നോക്കിക്കേ, R/2R എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആക്ച്വലി 1/2, സംശയമില്ലല്ലോ. അതുപോലെ R/2R എന്താണ്, അതും 1/2 ആണ്. അപ്പൊ R/2R അതുപോലെ R/2R 1/2 ആണ്, which means P/Q is equal to R/S. റേഷ്യോ സാറ്റിസ്ഫൈ ആയില്ലേ? റേഷ്യോ സാറ്റിസ്ഫൈ ആയാൽ ഈ ബ്രാഞ്ചിലൂടെ എന്തില്ല, കറന്റ് ഫ്ലോ ഇല്ല. അത് ഞാൻ റബ്ബ് ചെയ്തു. Now look at the figure. R/2R series ആകുമ്പോൾ that will be 3R, because R1 plus R2 ആണ്. R/2 series, അത് സീരീസ് ആവുമ്പോൾ എന്ത് വരും, 1/2 plus 1 3/2, അപ്പൊ 3/2R. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാലോ, 3R ഈ 3/2R എന്താണ്, പാരലൽ കോമ്പിനേഷൻ ആണ്. രണ്ട് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ, R equivalent will be R1 R2 divided by R1 plus R2. നമ്മുടെ ഫോർമുല എന്തായിരുന്നു, 1/R is R equivalent is 1/R1 plus 1/R2, same condition. That will be
3r into 3 by 2r divided by 3r plus 3 by 2r. അല്ലേ? Or this is equal to എന്ത് വരും? 2 ഒക്കെ പോയി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 9r square divided by ഇവിടെ it is a 6 plus 3 9. So 9r square ആർ സ്ക്വയർ ആണോ വരുന്നത്? അല്ല, ആറേ ഉള്ളൂ അല്ലേ? അപ്പം തെറ്റിപ്പോകരുത്. ആർ പ്ലസ് ആർ ആണ് കേട്ടോ. അപ്പൊ ഒരു ആറും ക്യാൻസൽ ആയി. What are you getting? R is the answer. ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയത് അതാണ്. But that is the answer. R is the answer for this kind of circuit. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. കഴിയുമെങ്കിൽ ഫൈനൽ റിസൾട്ട് ഓർത്ത് വെക്കണം. എന്താണെന്നറിയോ? ഞാനിപ്പോ ജനറൽ ആയിട്ടാണ് ഈ കണ്ടീഷൻ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ പരീക്ഷയ്ക്ക് ഇത് 5 ഓം, ഇത് 10, 5 5 10, 5 5 10, ചിലപ്പോ അങ്ങനെ വരാൻ പരീക്ഷയ്ക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം? ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. Okay, so try to remember that final expression in this kind of a question. Okay, so clear ആയല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, the next question is on the screen. Find the equivalent resistance between A and B. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യും ഈ ക്വസ്റ്റ്യൻ? അപ്പൊ ഒരു കോംപ്ലക്സ് അറേഞ്ച്മെന്റ് ആണെന്ന് കണ്ടറിയാം അല്ലെ? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഓഫ് സിമെട്രി ഇവിടെയും നമ്മളെ സഹായിക്കാൻ എത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കണം. ഈ അപ്പർ ഹാഫ് ലോവർ ഹാഫ് എടുത്താലും ഞാൻ ഇങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതങ്ങ് ഫോൾഡ് ചെയ്താലും as you can see they are symmetrical in nature അല്ലെ? അപ്പൊ ഇതും സിമെട്രിക്കൽ ആണ് ഈ സർക്യൂട്ടും. അപ്പൊ സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. Since it is symmetrical, we can define something known as a point of symmetry there. അപ്പൊ ഇവിടെ point of symmetry എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സിമെട്രിക്കൽ സർക്യൂട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? എളുപ്പമാണ്, വളരെ ഈസിയാണ്. What we can do is നമുക്ക് ഇവിടെ ഒരു disjoint ചെയ്യാം. ഇവിടെ disjoint ചെയ്തിട്ട് we can make the connection like this. We are making the connection like this. കണക്ഷൻ മാറിയത് കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സർക്യൂട്ടിന്റെ ഈക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും ആദ്യമുള്ള സർക്യൂട്ടിന്റെ ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സിമെട്രിക്കൽ കണ്ടീഷൻ ആണ് നമുക്കുള്ളതെങ്കിൽ ആ പോയിന്റ് ഓഫ് സിമെട്രി വി ആർ ആക്ച്വലി മേക്കിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. നമ്മൾ ഡിസ്ജോയിന്റ് ചെയ്തു ആൻഡ് വി ആർ മേക്കിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. നോക്കിക്കേ, ഈ ആറും എൻഡ് ടു എൻഡ് കണക്ഷൻസ് ആണ്, രണ്ടുപേരും സീരീസ് ആണ് അല്ലെ? അപ്പൊ ഈ ആറും സീരീസ്. അപ്പൊ ഈക്വലിന് എന്ത് വരും? വാട്ട് ഇസ് ഈക്വലന്റ്? 2r വരും. ഫൈൻ, അപ്പൊ 2r. അതുപോലെ ഈ ആറും സീരീസ്. അപ്പൊ ഇത് എന്ത് വരും? 2r വരും. ഓക്കെ, ഈ 2r ഉം r ഉം എന്താ? പാരലൽ കോമ്പിനേഷൻ അല്ലേ? 2r and r in parallel means 2r into r divided by r1 plus r2. 2r plus r. That will be 2r square divided by 3r. അല്ലെങ്കിൽ 2 by 3r. ഫൈൻ. അപ്പൊ ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ എത്ര വന്നേ? 2 by 3r. അതുപോലെ ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ the same thing, 2 by 3r. 2 by 3r. അപ്പൊ ഇതും സെയിം ആയിരിക്കും, 2 by 3r. ഫൈൻ. ഇനി നോക്കിക്കേ, ഇതും സീരീസ് അല്ലേ? r plus r 2r, 2r plus 2 by 3r. സീരീസ് ആണ്. 2r plus 2 by 3r. So that will be 3 plus 6. 6r plus 2r by 3 അല്ലെങ്കിൽ 8r by 3 എന്ന് തോന്നുന്നു. അപ്പൊ ഇതെന്താണ്? 8r by 3. 8r by 3. അതുപോലെ ഇതെന്ത് വരും? ആറും സീരീസ് അല്ലേ? അപ്പൊ ഇത് രണ്ടും എന്ത് വരും? 2r അല്ലേ? 2r. അപ്പൊ ഇതും 8r by 3 തന്നെ വരും. You replace that 8r by 3. അപ്പൊ നോക്കിക്കേ, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് ഇത്രയും ഒരു സിമ്പിൾ സർക്യൂട്ട് ആയത് കണ്ടോ? റൈറ്റ്. സോ നൗ ഓൾ ദ 3 ആർ ഇൻ പാരലൽ. ഈക്വൽ അല്ല, മൂന്നും ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് r/n ഫോർമുല യൂസ് ചെയ്യാം. പക്ഷേ ബാക്കി ഈ 2r എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നമുക്ക് പാരലലിന്റെ കണ്ടീഷൻ യൂസ് ചെയ്യണം. അപ്പൊ ആദ്യം 8r by 3യും 8r by 3യും എടുക്കാം. സോ വാട്ട് യു ഗെറ്റ്? 8r by 3 by 2 എന്ന് വരാം. അപ്പൊ ദിസ് വിൽ ബി 4r by 3 എന്ന് വന്നു അല്ലേ? ഇനി 4r by 3യും 2r ഉം പാരലൽ ആണ്. സോ ഹൗ ഡു യു ഫൈൻഡ് ദ ഈക്വലന്റ്? r equivalent is equal to r1 r2 by r1 plus r2 ഫോർമുല. അപ്പൊ നമുക്ക് 4r by 3 into 2r divided by 4r by 3 plus 2r എന്ന് വരും. And this will be equal to, ഒരു r ഒക്കെ കളയാം, this will be equal to 8r by r square by 3 the whole divided by 3 to the 6. 6 plus 4 10. 10r by 3. 3 പോയി.
ഒരു 4 വന്നു പോയി, ഇവിടെ 5 വന്നു, 2 ആണ് ആക്ച്വലി ക്യാൻസൽ ചെയ്തത്, ഒരു 6 പോയി. സോ ദാറ്റ് വിൽ ബി 4r by 5. എന്താ കണ്ടീഷൻ? 4r by 5. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടിയാൽ, ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടിയാൽ സ്ട്രൈറ്റ് ആയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ കണ്ടീഷൻ 4r by 5 ആണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, ഇനി സപ്പോസ് ഇത് മൊത്തം ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ ആ തന്ന ക്വസ്റ്റ്യനിൽ അപ്പർ ഹാഫും ലോവർ ഹാഫും ഉണ്ടായിരുന്നു. പക്ഷേ സപ്പോസ് ലോവർ ഹാഫ് അല്ലെങ്കിൽ അപ്പർ ഹാഫ്, ലോവർ അല്ലെങ്കിൽ അപ്പർ ഹാഫ് മാത്രമേ ഉള്ളൂ, അതായത് ഇത്രയേ ഉള്ളൂ സർക്യൂട്ടിൽ, എല്ലാം ആറ് ലോവർ ഹാഫ് ഇല്ല. ഇതാണ് കണ്ടീഷൻ, ഇതായിരുന്നു കണ്ടീഷൻ എങ്കിൽ then the equivalent resistance will be R equivalent will be equal to 8 by 7R. അപ്പൊ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത് 4R by 5 എന്ന് കിട്ടി. ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനിയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ബൈ ഹാർട്ട് ഓർത്ത് വെച്ചാൽ മതി, 4R by 5. അതുപോലെ ഇതാണ് കണ്ടീഷൻ എങ്കിൽ എന്താ റിസൾട്ട്? 8R by 7 is the condition. Clear? Okay, so let's move on to the next one now. Find the equivalent resistance between, again, A and B. അടുത്ത ക്വസ്റ്റ്യനിലും equivalent resistance between A and B. Okay, അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇമാജിനേഷൻ മാത്രം മതി. ഒറ്റയടിക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തില്ല, പക്ഷേ if you have a little bit of imagination, you can easily solve it. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പോയിന്റ് ഇവിടെ കണക്ട് ചെയ്താലും ഞാൻ അത് ഇവിടെ കണക്ട് ചെയ്താലും എഫക്ട് സെയിം ആണ്, നോ ഡിഫറൻസ്. അതുപോലെ ഈ പോയിന്റ് ഞാൻ അവിടെ കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ കണക്ട് ചെയ്താലും എഫക്ട് വിൽ ബി ദ സെയിം. കാരണം ഇതിന്റെ ഇടയിൽ വേറെ വല്ല റെസിസ്റ്റേഴ്സും ഉണ്ടായിരുന്നെങ്കിൽ മേ ബി സർക്യൂട്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ റെസിസ്റ്റർ അതിനിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ മാറ്റി കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെ കണക്ട് ചെയ്താലും റിസൾട്ട് വിൽ ബി ദ സെയിം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ ഈ 5 ഓമും ഈ 7 ഓമിന്റെ രണ്ടറ്റം ഐ കൻ ആക്ച്വലി റിമൂവ് ഇറ്റ് ഫ്രം ഹിയർ ആൻഡ് കണക്ട് ഇറ്റ് ഓവർ ഹിയർ. അതുപോലെ ഈ 7 ഓമിനെയും കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കൊണ്ട് കണക്ട് ചെയ്തു. അപ്പൊ ആക്ച്വലി എന്താ സംഭവിച്ചത് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. 5ഉം 7ഉം എന്തായാലും സീരീസ് ആണ്, എൻ ടു എൻ കണക്ഷൻ ആണ്. 5 + 7 എത്രയാണ്? 5 + 7 എന്ന് പറയുന്നത് 12 ആണ് അല്ലെ? അതുപോലെ 3ഉം 5ഉം എന്താണ്? സീരീസ് ആണ്. അപ്പൊ എത്ര വരും? 8 വരും. നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ഇവിടെ തന്നെ ഞാനത് റീഡ്രോ ചെയ്യാം. സോ ദിസ് വിൽ ബി ഒരു 2 ഓം അവിടെ ഇരിക്കുന്നുണ്ട്, 2 ഓം. ബാക്കിയുള്ളത് 5ഉം 7ഉം വരുമ്പോ ദാറ്റ് വിൽ ബി 12. And that is in parallel with this. ഇവിടെ വരുന്ന 5 and 3, 8ന് പാരലൽ ആയിരിക്കും ഈ ഭാഗം, 8. The remaining 6 ohm. Okay, അപ്പൊ ഞാൻ ഇത് ഇവിടെ വരച്ചാലും ഇത് ഇങ്ങനെ ചേർത്ത് വരച്ചാലും റിസൾട്ട് സെയിം ആണ് കേട്ടോ. Okay, so this is A and this is B. ഇനി നോക്കിക്കേ, 12ഉം 8ഉം അപ്പോ പാരലൽ ആണ്. ഇൻഫാക്ട് 4 എണ്ണവും പാരലൽ ആണ് അല്ലെ? അപ്പൊ 4ഉം പാരലൽ ആണെങ്കിൽ നമ്മൾ ഇനി how do you find the answer? What is the next step? 1 by R equivalent is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus 1 by R4. So 1 by R equivalent is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus 1 by R4. R1 അറിയാം, R2 അറിയാം, R3 അറിയാം, R4 അറിയാം. We can substitute and find the value of R equivalent. Okay, and that is your work to do. ഞാൻ അത് ചെയ്യുന്നില്ല, സോൾവ് ചെയ്യുന്നില്ല. R equivalent കണ്ടുപിടിക്കുക. And if you found the answer, do comment the answer below. Okay, so I think we can move to the next question, right? Okay, അപ്പൊ ഇത് കണ്ടുപിടിച്ചോളൂല്ലോ. You have to solve this. Okay, and tell me what is the answer. Okay, so നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. And the next question is there. A ring is made of a wire having a resistance R0 is equal to 12 ohm. Find the points A and B as shown in the figure at which a current carrying conductor should be connected so that the resistance R of the sub-circuit between these points is equal to 8 by 3 ohm. Okay, my dear students, this is a very interesting question. അപ്പോൾ ഇവിടെ രണ്ട് points A and B ഉണ്ട് അല്ലെ? ലെങ്ത് L1, ലെങ്ത് L2 പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് 12 ohm ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അക്രോസ് എ ആൻഡ് ബി അല്ല, ഈ ഫുൾ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് അവര് 12 ohm എന്ന് പറയുന്നത്. നൗ ലെങ്ത് ആണ് ഇവിടെ തന്നിട്ടുള്ളത് L1, L2. അപ്പൊ നമുക്ക് വിൽ സ്പെസിഫൈ ക്വാണ്ടിറ്റി എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് ഞാൻ എക്സ് എന്ന് എടുത്തിട്ടുള്ളത്. സോ ഐ ക്യാൻ ആക്ച്വലി റൈറ്റ് എന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അവർ 12 ohm എന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ എഴുതാം, 12 is equal to XL1 plus XL2.
Okay, but 12 is equal to resistance per unit length into L1 plus L2 length in the resistance. Okay, but we have one equation and this we'll call it as equation number 1. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും പാരലൽ ആണ്. ഈ പാരലൽ ആണ് ഈ കണ്ടീഷൻ ആൻഡ് അവരുടെ സബ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസും പറയുന്നുണ്ട്. അതായത് L1 L2 പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈക്വലന്റ് റെസിസ്റ്റൻസസ് 8/3 ഓം. ആൻഡ് നമുക്കറിയാം ഒരു പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? R1 R2 by R1 plus R2 അല്ലെ? അതായത് ഇവിടെ XL1 XL2 divided by XL1 plus XL2, right? Or this can be written as or X and cancel like L1 L2 X divided by L1 plus L2. നമുക്ക് equation number 2 എന്ന് പറയാം. ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്കിത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമുക്ക് വേണ്ടത് ആക്ച്വലി ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം L1/L2 റേഷ്യോ ആയിരുന്നു നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ what we can do is we can divide equation 1/2 or 2/1. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം? 2/1 ഞാൻ ചെയ്യാൻ പോകുന്നു. 2/1. അപ്പൊ 2 എന്താണ്? 8/3/12. that is equal to ഇവിടെ X L1 L2 by L1 plus L2 divided by X നമ്മൾ കോമൺ എടുത്തേക്കാം. X into L1 plus L2. ഓക്കെ, അപ്പൊ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇവിടെ ഒരു 4 വെച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇത് 2 ഇത് 3 ആവും. ഫൈൻ. സോ that will be equal to ഈ കണ്ടീഷൻ എങ്ങനെ വരും? 2/9 which is equal to L1 L2 by L1 plus L2 the whole divided by അല്ല നമുക്ക് ഇങ്ങനെ വരാം whole square. This is the condition we are getting. അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണിത് അല്ലെ? അപ്പൊ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യും? ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ന്യൂമറേറ്ററിലും ഇവിടെ ഡിനോമിനേറ്ററിലും I'm going to multiply with 1/L2 square. അതുപോലെ ഇവിടെയും 1/L2 square. Okay. Now what do we get? അപ്പോൾ ഒരു L2 L2 ക്യാൻസൽ ആയി പോയി അല്ലേ? But 2/9 is equal to L1/L2 കാരണം ഒരു L2 L2 ക്യാൻസൽ ആയി പോയി divided by L2 square ആണ്. So you can actually write it like this: L1 plus L1/L2 plus 1 the whole square. പ്രശ്നമുണ്ടോ? ഈ L2 ഇതിനകത്തേക്ക് കയറി. അപ്പൊ L2/L2 the whole square ഇടാം. അപ്പൊ L1/L2 plus 1 എന്ന് വന്നു. ഇനി നമുക്ക് എടുക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ I'm going to take L1/L2 നെ ഞാൻ y എന്ന് എടുക്കാൻ പോവാണ്. L1/L2 എന്താണ്? y. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. So that will be 2/9 which is equal to y divided by y plus 1 the whole square. Okay. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. So that will be cross multiply and simplify. So 2y square plus 2 plus 2y 4y which is equal to 9y in the t. Okay. Or that is 2y square plus ഇങ്ങോട്ട് വന്നപ്പോൾ minus I. So that will be minus 5y plus 2 is equal to 0. അപ്പോൾ നമുക്ക് കിട്ടിയ കണ്ടീഷൻ ആണ് 2y square minus 5y plus 2 equal to 0. Okay. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? എങ്ങനെ സോൾവ് ചെയ്യും? So y is equal to minus b plus or minus root of b square minus 4ac by 2a. അല്ലേ? മൈനസ് b എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡ് ടേം മൈനസ് 5y plus or minus root of b square minus 4ac. അപ്പോൾ 5 square 25 minus 4 into 2 into 2 എത്ര വരും? 4 2s are 8, 8 2s are 16. 25 minus 16 9 ആണ്. root 9 3 ആണ്. divided by 2a. 2a എന്ന് പറയുമ്പോൾ 2 into 2 that is 4. That will be 5 plus or minus 3 divided by 4. Or that is equal to രണ്ട് മെത്തേഡിൽ നമുക്ക് ആൻസറിലേക്ക് വരാം. ഒന്ന് പ്ലസ് ആണെങ്കിൽ what will be the answer? y will be equal to 8/4 2 എന്ന് വരും. ഇനി മൈനസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ y will be equal to what? എന്ത് വരും? y will be equal to 1/2. കാരണം 5 minus 3/4 എന്താ? 2/4 that is 1/2 അല്ലെ? ഇനി ഏത് റേഷ്യോ ആയിരിക്കും ഇതിൽ പോസിബിലിറ്റി?
y is equal to 1/2 ആണോ y is equal to 2 ആണോ? നമുക്കറിയാം L1/L2 ആണ് y. നിങ്ങൾ ആ ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾക്ക് L1 ആണോ L2 ആണോ വലുതായിട്ട് തോന്നിയത്? ഇങ്ങനെയായിരുന്നില്ലേ? ഇത് L2, ഇത്രയും ഭാഗമായിരുന്നു നമ്മുടെ L1. ഏതാ വലുത്? L2 അല്ലേ വലുത്. അപ്പൊ L2 വലുതാണെങ്കിൽ നമുക്ക് ഈ 2 എന്ന് പറയുന്ന റേഷ്യോ വരാൻ പറ്റുമോ? പറ്റില്ല, ബിക്കോസ് L1 is less than L2. അപ്പൊ only possible ratio എന്താ? 1/2 ആണ് possible answer. So you're getting L1/L2 is equal to 1/2, which is the answer for the question. Clear ആണോ? അപ്പൊ ഇത് കുറച്ച് എന്താ പറയാ, കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് JEE ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Okay, now let's move on to the next one. The equivalent resistance between point A and B. Yes. Now ഇവിടെ നമുക്ക് equivalent resistance between points A and B ആണ് വേണ്ടത് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കേ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സർക്കിൾ ഒക്കെയാണ് ഫൈൻ. അപ്പൊ ഈ വയേഴ്സിന് റെസിസ്റ്റൻസ് ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ, ഉണ്ടോ? ഇല്ല. അപ്പോ ഇത് റെസിസ്റ്റൻസ് R, ഇത് R, ഇത് R, ഇതും R. ശ്രദ്ധിക്കേണ്ട കാര്യം എന്റെ ബിനെ അക്രോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെന്നും ഐ ക്യാൻ ആക്ച്വലി ഡിസ്ജോയിന്റ് ആൻഡ് ഇവനെ എനിക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, ഇവനെ എനിക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, ഇവനെയും എനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ചെയ്തുകൂടെ? പ്രശ്നമുണ്ടോ? ഇല്ല. വിച്ച് മീൻസ് ഈ എ എന്ന് പറയുന്ന പോയിന്റ് 4 പേർക്കും കോമൺ ആണ്, ഫൈൻ. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റും 4 പേർക്കും കോമൺ ആണ്. Which means all the 4 are in parallel, which means 4 identical resistors in parallel. Therefore, R equivalent will be equal to R/4. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഇപ്പൊ ഞാനിങ്ങനെ വരച്ചപ്പോ I did not have any resistors in between that. അതായത് എനിക്ക് ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നില്ല, ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നില്ല, അങ്ങനെ എനിക്ക് റെസിസ്റ്റേഴ്സ് ഒന്നുമില്ല ഇൻ ബിറ്റ്വീൻ ദാറ്റ്. അപ്പൊ ഇങ്ങനെ റെസിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ യു കനോട്ട് അപ്ലൈ ദിസ് കണ്ടീഷൻ. എനിക്കിത് ഇവിടെ നിന്ന് വരച്ച് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ സം ഓഫ് ദ കണ്ടീഷൻസ് യു വിൽ ഹാവ് ടു അപ്ലൈ. അപ്പോ ഇങ്ങനെ വരുന്ന, അതായത് ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കേസിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം പാരലൽ ആയിട്ട് എടുക്കാം. അപ്പൊ പാരലൽ ആണോ സീരീസ് ആണോ ചെക്ക് ചെയ്യാൻ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആയിരിക്കും. അതായത് രണ്ട് റെസിസ്റ്റേഴ്സിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽസ് സെയിം ആണെങ്കിൽ അത് പാരലൽ ആണ്. അങ്ങനെ വേണോട്ടോ ഓർത്ത് വെക്കാൻ. സീരീസ് ആണെങ്കിലോ രണ്ടു പേരുടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സർക്യൂട്ട് ഇങ്ങനെ വന്നു, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ റെസിസ്റ്റൻസ് വന്നാൽ ഇത് രണ്ടും എന്തല്ല? സീരീസ് അല്ല. ഇത് രണ്ടും സീരീസ് അല്ല, ഇത് രണ്ടും സീരീസ് അല്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്റെ സർക്യൂട്ടിൽ എന്ത് പറയാം? ഇതും പാരലൽ ആണ്. വൈ? ബിക്കോസ് ഈ ഒരു പോയിന്റ് ഈ രണ്ടു പേർക്കും സെയിം ആണ്, അതുപോലെ ഈ ഒരു പോയിന്റും രണ്ടുപേർക്കും സെയിം ആണ്. അപ്പൊ രണ്ടുപേരും എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. പറഞ്ഞു മനസ്സിലായല്ലോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തോളൂ. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ചധികം ഷോർട്ട് കട്ട് ഇക്വേഷൻസ് പറയാൻ പോവാണ്, ഇൻക്ലൂഡിംഗ് ദ ഫേമസ് അൺബാലൻസ്ഡ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പൊ ഇനിയുള്ള കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ അതുപോലത്തെ ക്വസ്റ്റ്യൻ സിമിലർ വരുമെങ്കിൽ you will be able to answer that. So let's move on to the very important different types of connection equations just for you. And the first combination you have on this board right now is a famous combination actually. I'll tell you why it is famous. Because this is a different form in which a Weiston's bridge can be represented. Okay, അപ്പൊ ഇതെല്ലാം R എന്ന് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം R ആണെങ്കിൽ RAB എന്ന് പറയുന്നത് R ആണ്. ഓക്കെ, ഇനി അങ്ങനെ അല്ല എന്ന് വിചാരിച്ചു ഒരു നോർമൽ വീസ്റ്റൺസ് ബ്രിഡ്ജ്. ഇത് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ് എന്ന് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. എങ്ങനെയാണ് ഇത് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആവുന്നത് വെച്ചാൽ, ഞാൻ ഈ A പോയിന്റിൽ പിടിച്ച് അങ്ങ് പുഷ് ചെയ്യും, മുകളിലേക്ക് അങ്ങ് പുഷ് ചെയ്ത് കയറ്റും. ബിയിൽ പിടിച്ച് ഞാൻ താഴത്തേക്ക് ഞാൻ ഇങ്ങനെ പുള്ള് ചെയ്യും. ബിയിൽ പിടിച്ച് എയിൽ പിടിച്ച് മുകളിലേക്ക് പുഷ് ചെയ്യുന്നു, ബിയിൽ പിടിച്ച് താഴത്തേക്ക് പുള്ള് ചെയ്യുന്നു. ആൻഡ് there will be a corresponding change in the circuit here. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കൊള്ളാം എന്താ ചേഞ്ച് വരുന്നതെന്ന്. ഇവിടെ ഒരു റെസിസ്റ്റൻസ്, അതുപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു പോയിന്റ് ബി, അതുപോലെ മുകളിലേക്കും ഞാൻ ആ ചേഞ്ച് വരുത്തുന്നു അല്ലെ. മുകളിലേക്കും ചേഞ്ച് വരുത്തുമ്പോ ഇവിടെ റെസിസ്റ്റൻസ് R, ഇവിടെ റെസിസ്റ്റൻസ് R, ഇവിടെ and this is my point A. നോക്കിക്കേ, P/Q is equal to R/S ആണെങ്കിൽ that is a Weiston's bridge. ഇവിടെ അല്ലേ P/Q is equal to R/S ആണെങ്കിൽ ഇതിലൂടെ എന്തില്ല? കറന്റ് ഫ്ലോ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു എൻഡ് പിടിച്ച് മുകളിലേക്ക് പുഷ് ചെയ്തു, അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വയേഴ്സ് ബെൻഡ് ചെയ്യാനോ ട്വിസ്റ്റ് ചെയ്യാനോ ഒന്നും പ്രശ്നമില്ല.
Okay, so if we begin to pull and it becomes like this. But this is actually a representation of Wheaton's bridge. In the representation of Wheaton's bridge, provided P by Q is equal to R by S. അപ്പോൾ ഇവിടെ എല്ലാം R ആയതുകൊണ്ടാണ് അവന്റെ ഈക്വലന്റ് R എന്ന് എഴുതിയത്. Okay, suppose അങ്ങനെ അല്ലായിരുന്നു എന്ന് വിചാരിച്ചോളൂ, എല്ലാം R അല്ല, suppose it is different. Say suppose it is like this. അപ്പോൾ ഇത് two values ആക്കിയ ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് P Q R S ഇങ്ങനെയാണ് വരുന്നത് വിചാരിച്ചു. ആൻഡ് P by Q is equal to R by S. അതാണ് ഞാൻ മിഡിലുള്ള ബ്രാഞ്ച് എഴുതാത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടീഷൻ. നമ്മൾ എന്തെഴുതും? ആൻഡ് ദ ജനറൽ ഫോർമുല R equivalent is equal to P plus Q കഴിഞ്ഞില്ല into R plus S divided by P plus Q plus R plus S. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ മതി ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുവാണെങ്കിൽ. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചത് പോലെ എല്ലാം R ആണെങ്കിൽ ഡയറക്റ്റ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ്, RAB R എന്ന് ഓർത്ത് വെക്കാം. അങ്ങനെയല്ല, ഒരു വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ്, പക്ഷെ എല്ലാം ഡിഫറെന്റ് ആണെങ്കിൽ, എല്ലാം ഡിഫറെന്റ് അല്ല, ഈ റേഷ്യോ സെയിം, ഡിഫറെന്റ് ആവാം, ബട്ട് ദ റേഷ്യോ ഇസ് സെയിം ആണെങ്കിൽ ദിസ് കണ്ടീഷൻ ക്യാൻ ബി അപ്ലൈഡ് P plus Q into R plus S divided by P plus Q plus R plus S. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത കണ്ടീഷൻ ഇസ് there. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പഠിപ്പിച്ച കണ്ടീഷനിൽ നിന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ. ആദ്യം പഠിപ്പിച്ചപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അല്ലെ? ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് പോയിന്റ് എ ആണ്, ഇത് നമ്മുടെ പോയിന്റ് ബി ആണ്, അല്ലെ? ഈ പോയിന്റിനെ എന്ത് വിളിക്കണം? സി എന്ന് വിളിക്കാം. ഈ പോയിന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡി എന്ന് വിളിക്കാം. ഇനി ഇവിടെ സൂക്ഷിച്ചു നോക്കിക്കോളാം നിങ്ങള്. എ എന്ന് പറയുന്ന പോയിന്റ് തന്നെയല്ലേ ഇവിടെ വരുന്നത്? ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ, വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നുമില്ല. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി പോയിന്റ് എ ഇറ്റ്സെൽഫ്. ഇത് പോയിന്റ് എ തന്നെയാണ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ ഇങ്ങനെ വന്ന് ഇവിടെ വരുന്നത്? വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ അവിടെയും എന്തില്ല? വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. അപ്പൊ ഇത് ബി തന്നെയാണ്. ഇനി സൂക്ഷിച്ചു നോക്കണം, ഈ റെസിസ്റ്ററിനെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എയും ബിയും, ഇവനെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എയും ബിയും, ഇവനെ ക്രോസ് ഉള്ളതും എയും ബിയും. അതായത് ഈ മൂന്ന് റെസിസ്റ്റേഴ്സും എങ്ങനെയാണ് കോമ്പിനേഷൻ? The three resistors are in parallel. And what is the equivalent? R by 3. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല ആദ്യം, നമുക്ക് പൊട്ടൻഷ്യൽ സെയിം ആണോ എന്ന് നോക്കണം. അതുപോലെ സെയിം ആണെങ്കിൽ പാരലൽ ആണ്, അതുപോലെ സെയിം കറന്റ് ആണെങ്കിൽ സീരീസ് ആണ്. ക്ലിയർ? ഇനി മൂന്നാമത്തെ കേസ്. ഈ രണ്ട് കേസും ഞാൻ കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ സ്മോൾ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ അങ്ങ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ് ഈ കോമ്പിനേഷൻ. ലാഡർ സർക്യൂട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിനെ എന്താ പറയുന്നത്? ലാഡർ സർക്യൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇതെല്ലാ റെസിസ്റ്റൻസും R ആണ് കേട്ടോ, എല്ലാം സെയിം, R R R R എല്ലാം സെയിം ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഈക്വലന്റ് അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഈക്വലന്റ് എന്ന് പറയുന്നത് R into root of 3 plus 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ കോമ്പിനേഷൻ ഡിഫറൻസ് കണ്ടോ? ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അതിന് റെസിസ്റ്റർ ഇല്ല. അപ്പൊ ഇതിന്റെ ഈക്വലന്റ് എന്തായിരിക്കും? RAB between A and B is equal to R by 2 into root 5 plus 1. ക്ലിയർ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് സംശയം വരാം. ഫസ്റ്റ് കണ്ടീഷൻ സംശയം ഉണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ആ പോർഷൻ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണണം. അപ്പൊ ആ പോർഷൻ ക്ലിയർ ആയിക്കോളും. ഓക്കെ, so let's move on to the next condition, next arrangement of resistors now. And the fifth arrangement is there. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ, ഈ ഫിഫ്ത് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അറേഞ്ച്മെന്റ് കാണാം, നമുക്ക് രണ്ട് മൂന്ന് ട്രയാങ്കിൾസ് ഒക്കെ അവിടെ ഫോം ചെയ്യാം. അപ്പൊ R R R R R R കണ്ടുപിടിക്കേണ്ടത് ഈക്വലന്റ് ബിറ്റ്വീൻ A and B ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ടാക്കിൾ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. ഈ മുകളിലത്തെ പോർഷൻ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇത്രയും പോർഷൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ ആക്ച്വലി നമുക്ക് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. വിച്ച് മീൻസ് P by Q is equal to R by S. ഇതിലൂടെ എന്തില്ല? കറന്റ് ഫ്ലോ ഇല്ല, അല്ലെ? അപ്പൊ ഇതിലൂടെ കറന്റ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ യു ക്യാൻ റിമെമ്പർ ദിസ് ഓൾസോ there. RAB is equal to R by 2 ആണ്. അത് ഓർത്ത് വെക്കാം, or you can solve it, no issues. ഇനി അടുത്ത കണ്ടീഷനിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് മിസ്സിംഗ് ആണ്, അല്ലെ? അവിടെ റെസിസ്റ്റൻസ് മിസ്സിംഗ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ പോയിന്റ് എനെ പിടിച്ച് പുള്ള് ചെയ്ത് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഈ പോയിന്റ് എനെ, ഈ ഫുൾ സിസ്റ്റം അങ്ങനെ പുള്ള് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കണ്ടീഷൻ നമുക്ക് RAB will be equal to R എന്നാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത്, ഇതങ്ങ് ഇൻഫിനിറ്റി വരെ നീണ്ടുപോകുന്ന ഒരു
connection of combination resistors ആണ്. First one R, പിന്നെ R by 2, പിന്നെ R by 4, പിന്നെ R by 8 goes on like that till infinity. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 2 points എയും അങ്ങ് ഇൻഫിനിറ്റിയോടെ കണക്ട് ചെയ്യുന്ന പോയിന്റ് ബിയും തമ്മിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R ആയിരിക്കും. എന്തായിരിക്കും? 2R ആയിരിക്കും. Okay, and this one is again extending till infinity. അങ്ങ് ഇൻഫിനിറ്റിയിൽ പോകുന്നതാണ്. Resistance between A and B. ഇവിടെ നോക്കുക R, 2R, 4R, 8R അങ്ങനെയാണ് പോകുന്നത്. R ഈക്വലിന്റെ എത്രയാ? R by 2. ഓക്കെ, അപ്പൊ ഈ 8 കണ്ടീഷൻസും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ടു ദ മോസ്റ്റ് ഫേമസ് കണ്ടീഷൻ ഓഫ് unbalanced Resistors bridge. Okay, so unbalanced Resistors bridge on the board now. And the ninth condition is an unbalanced Resistors bridge. So as you can see here, this is the resistance R, XR, R, XR. In a normal situation, നമുക്കൊരു Resistors bridge വെച്ച് സോൾവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ R by XR എന്ന് പറയുമ്പോൾ 1 by X വരും, XR by R എന്ന് പറയുമ്പോൾ X വരും. Which means ഇത് അൺബാലൻസ് റെസിസ്റ്റൻസ് ബ്രിഡ്ജ് ആണ്. എങ്ങനെയാണ് ഒരു അൺബാലൻസ് റെസിസ്റ്റൻസ് ബ്രിഡ്ജ് സോൾവ് ചെയ്യുന്നത്? ഒരു റിയൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം മെത്തേഡും കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്താലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഐ എം ഗിവിംഗ് യു എ ഷോർട്ട് കട്ട് ഇക്വേഷൻ ടു ഡു ദാറ്റ്. ആൻഡ് ദ ഷോർട്ട് കട്ട് ഇക്വേഷൻ ഈസ് R equivalent is equal to 3x plus 1 into R divided by x plus 3. How do you solve an unbalanced resistance bridge? 3x plus 1 into R divided by x plus 3. Okay, അപ്പോൾ ഇവിടെ x എന്ന് പറയുന്ന വാല്യൂ 0 ആണെങ്കിൽ, x 0 ആണെങ്കിൽ എന്തായിരിക്കും R equivalent? R equivalent will be x 0 ആണല്ലേ, അപ്പോൾ that will be R by 3. Okay, അപ്പോൾ x is not equal to 0, instead x is equal to 1, 2, 3 എന്നൊക്കെ ആണെങ്കിൽ R equivalent എന്ത് വരും? What is the condition? അപ്പോൾ സപ്പോസ് 1 ആണെന്ന് വിചാരിച്ചോ, 1 ആണെങ്കിൽ എന്ത് വരും? x ന് 1, അപ്പോൾ 3 plus 1 4, 4R by 4 or R equivalent will be R. അതായത് അത് എന്തിന്റെ കണ്ടീഷനായി? ഒരു ബാലൻസ് റെസിസ്റ്റൻസ് ബ്രിഡ്ജിന്റെ കണ്ടീഷനായി മാറി. അപ്പൊ നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് an unbalanced resistance bridge കണ്ടു. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കേസാണ് ഒരു ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് ആണത്. ഈ എല്ലാ റെസിസ്റ്റേഴ്സും R ആണ്. ഓക്കെ, അപ്പൊ ഇത് ജനറൽ മെത്തേഡ് എന്താന്ന് വെച്ചാൽ സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഈക്വൽ പൊട്ടൻഷ്യൽസ് വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടീഷൻ അപ്ലൈ ചെയ്താണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ പരീക്ഷയ്ക്ക് സമയം കളയണ്ട. അപ്പോൾ കണ്ടീഷൻ ചോദിക്കുന്നത് ഇഫ് ദ ഈക്വലന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് ആസ്ക്ഡ് ഫോർ യു. അപ്പൊ എയും ബിയും ഞാൻ എവിടെയാ മാർക്ക് ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. എയും ബിയും മാർക്ക് ചെയ്തേക്കുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈക്വലന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ചോദിക്കുന്നതെങ്കിൽ ദ കറസ്പോണ്ടിങ് റിസൾട്ട് വിൽ ബി 5 by 6R. അതുപോലെ ഈക്വലന്റ് ബിറ്റ്വീൻ എ ആൻഡ് സി ആണ് ചോദിക്കുന്നതെങ്കിൽ ദ റിസൾട്ട് വിൽ ബി 5 by 9 into R. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷൻസ്, അപ്പൊ എ സി എവിടെയാണ് ബി എവിടെയാണെന്നൊക്കെ ആലോചിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇത് ക്രോസിംഗ് അല്ല, ഇത് ജമ്പിംഗ് ഓവർ. ഇവിടെ ക്രോസിംഗ് ഇല്ല, ഇത് ജമ്പിംഗ് ഓവർ. ഫൈൻ. അപ്പൊ ഒരു ക്യൂബിക്കൽ അറേഞ്ച്മെന്റിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾക്ക് പല പല അറേഞ്ച്മെന്റ്സ് വന്നാൽ ഇനി ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്. ഒരു ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണമെങ്കിൽ അപ്പാർട്ട് ഫ്രം ദീസ് യു ഹാവ് ടു പ്രാക്ടീസ് എ ലോട്ട് മോർ. കുറെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, so എല്ലാവരും please make sure you practice maximum number of questions as possible. Okay, so I'm winding up the portion right now. So till we meet again with the next video. Thank you.